എൻ്റെ കാലഘട്ടത്തിൽ എന്നോടൊപ്പം ജീവിച്ച ഇപ്പോൾ ജീവിക്കുന്ന എല്ലാ എഴുത്തുകാരുടെയും മാതൃകയായിരുന്നു എം ടി. അത്രയും ശക്തിയുള്ളൊരു മാതൃക വേറെ ഇല്ല. ആര് മരിക്കുമ്പോഴും നമ്മൾ പറയും തീരാ നഷ്ടമാണെന്ന്. പക്ഷേ ഇതങ്ങനെ പറയുന്നതല്ല. ഈ പറച്ചിലിൽ കാപട്യമില്ല, കളങ്കമില്ല. തീരാ നഷ്ടം തന്നെയാണ്. എല്ലാ മലയാളികൾക്കും ഇത് തീരാ നഷ്ടം തന്നെയാണ്. കാര്യം ഇനി ഒരു എം ടി ഉണ്ടാവുകയില്ല, ഇനി ഇതുപോലൊരു മാതൃക ഉണ്ടാവുകയില്ല, ഇനി ഇതുപോലൊരു ജീനിയസ് ഉണ്ടാവുകയില്ല. കാരണം അദ്ദേഹം വ്യാപരിച്ച മേഖലകൾ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും വിദഗ്ധനായ, ഏറ്റവും ശക്തനായ നോവലിസ്റ്റ്, മധുരോദാരമായ ചെറുകഥകൾ എഴുതിയുള്ള ചെറുകഥാകൃത്ത്, നമ്മളെ ചിന്തിപ്പിച്ച പത്രാധിപർ, ശക്തനായ പത്രാധിപർ. കാരണം ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പോലൊരു പ്രസിദ്ധീകരണം, അനേകം മഹാസാഹിത്യകാരന്മാർക്ക് ജന്മം നൽകിയ ഒരു പ്രസിദ്ധീകരണം, ദീർഘകാലം നടത്തിക്കൊണ്ടുപോയ സാഹിത്യകാരൻ. ഇനി ചലച്ചിത്രത്തിലേക്ക് കടന്നാൽ, സിനിമയിൽ വന്നത് അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കി. സിനിമയിൽ വന്ന അതുവരെ നമ്മൾ കണ്ട തിരക്കഥയായിരുന്നില്ല മുറപ്പെണ്ണ്. 1965 അദ്ദേഹം സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. സ്നേഹത്തിൻ്റെ മുഖങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെറുകഥയാണ് മുറപ്പെണ്ണ സിനിമയായിട്ട് മാറിയത്. ശോഭന പരീക്ഷ നായരാണ് അദ്ദേഹം നിർബന്ധിച്ച് സിനിമയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ മുറപ്പെണ്ണ എന്ന സിനിമ അതുവരെ കണ്ട മലയാള സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു, തികച്ചും വ്യത്യസ്തമായിരുന്നു. അതിലെ സംഭാഷണം വേറെയാണ്, കഥാപാത്രങ്ങൾ വേറെയാണ്. അപ്പോൾ എപ്പോഴും ഒരു മാതൃക കാണിക്കുക എന്നുള്ളതായിരുന്നു എം ടിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ. അദ്ദേഹം ഒരു വലിയ മാതൃകയായിരുന്നു. ചെറുകഥയിലൊരു മാതൃക, എങ്ങനെ ചെറുകഥ എഴുതണം, നോവലൊരു മാതൃക. നാലുകെട്ട് ഒരു വലിയ മാറ്റമായിരുന്നു. എന്നാൽ അപ്പോൾ നാലുകെട്ട് വന്നപ്പോൾ എല്ലാവരും വിമർശകർ പറഞ്ഞു, ഇത് പഴയ നായന്മാരുടെ കഥയാണ്, നാലുകെട്ടിൻ്റെ കഥ, വേറെ ഒന്നുമില്ല. അപ്പോഴദ്ദേഹം കാലമെന്ന നോവൽ എഴുതി, അശ്രമിത്ത് എന്ന നോവൽ എഴുതി. അതെല്ലാം കഴിഞ്ഞ് ഉത്തരാധുനികയുടെ ഒരു ഗന്ധം വന്നു തുടങ്ങിയ സമയത്ത് അദ്ദേഹം അതിമനോഹരമായൊരു നോവൽ എഴുതി. സാർത്രൻ്റെയൊക്കെ കാലഘട്ടം വന്നപ്പോൾ അദ്ദേഹം മഞ്ഞെന്ന് പറഞ്ഞ ഒരു കാത്തിരിപ്പിൻ്റെ മഹാകാവ്യമാണത്, മഞ്ഞ് എന്ന നോവൽ. അങ്ങനെ അദ്ദേഹം സ്പർശിക്കാത്ത മേഖലകളില്ല. നോവലിലായാലും ചെറുകഥയിലായാലും അദ്ദേഹം പറയാത്ത വിഷയങ്ങളില്ല. എപ്പോഴും ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന അദ്ദേഹത്തിൻ്റെ കഥയുണ്ട്. അത് സിനിമയാക്കിയിട്ടുണ്ട്. ഐ വിശ്വസിച്ചില്ല, സിനിമയായിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ദർശനമാണ്. കാരണം തനിച്ച് നിൽക്കുന്നവരെക്കുറിച്ച്, ഒറ്റയ്ക്ക് വേദനിക്കുന്നവരെക്കുറിച്ച് ആണ് അദ്ദേഹം അധികം എഴുതിയത്. ആൾക്കൂട്ടത്തിൽ എങ്ങനെ തനിയെ, എം ഡിയും ആൾക്കൂട്ടത്തിൽ തനിയായിരുന്നു. അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്ക് എല്ലാം അറിയാം. കാരണം ഞാൻ അദ്ദേഹത്തിന് അനുജനെ പോലെ ആയിരുന്നു. എന്നെക്കാട്ട് 7 വയസ്സിന് മൂത്തതാണ്. അപ്പോൾ ഞാൻ എഴുതി തുടങ്ങുന്ന കാലത്ത് ഞാൻ മാതൃകയായി കണ്ട ആളാണ് എം ടി. എൻ്റെ ചെറുകഥ അദ്ദേഹം മാതൃഭൂമി ആഴ്ച പോയി പ്രസിദ്ധീകരിക്കുമ്പോൾ ഞാൻ തൃശ്ശൂർ ഇഞ്ചയങ്ങളെ പഠിക്കുകയാണ്. സായാഹ്നം എൻ്റെ കഥ അദ്ദേഹം പ്രസിദ്ധീകരിക്കുമ്പോൾ എനിക്കിപ്പോൾ അയച്ച കത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സായാഹ്നം കിട്ടി, കൊള്ളാം, ചേർക്കാം, അത്രയേ ഉള്ളൂ. അതാണ് വളരെ ചുരുങ്ങിയ ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ് എം ടി. അദ്ദേഹം എഴുത്തും അങ്ങനെയാണ്. അദ്ദേഹം സിനിമകൾ കാണണം, സംഭാഷണം അധികം ഉണ്ടാവില്ല, ദൃശ്യഭാഷയാണ് കൂടുതൽ, വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളൂ. എന്നാൽ ആവശ്യത്തിന് സംസാരിക്കുകയും ചെയ്യും. അതുപോലെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരിശോധിച്ചാൽ, തിരക്കഥകൾ പരിശോധിച്ചാൽ, ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ബുദ്ധിജീവിയുടെ കലാസൃഷ്ടി ആവില്ല എന്ന് വിചാരിക്കുന്നൊരു മണ്ടനായിരുന്നില്ല എം ടി. ജനങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഏത് തിരക്കഥ വായിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു ഷോട്ട് പോലും ആ സിനിമയിൽ ഉണ്ടാവില്ല. അത് ഉച്ചപ്പടങ്ങളായിരുന്നില്ല അദ്ദേഹം എടുത്തതെല്ലാം ഒരു എഴുത്തുകാരൻ്റെ സിനിമകളായിരുന്നു. അപ്പോൾ എഴുത്തുകാരൻ എങ്ങനെ ടെക്നീഷ്യനായാലും എങ്ങനെ നന്നാകും എന്നുള്ള തെളിവായിരുന്നു എം ടി ഒരു ചലച്ചിത്രകാരൻ നിലയിൽ. അദ്ദേഹത്തിന് എല്ലാ പടങ്ങളും, അപ്പോൾ നിർമാല്യം മുതലുള്ള അദ്ദേഹത്തിൻ്റെ പടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹം സംവിധായകൻ നിലയിലുള്ള ഒരു പുതിയ കാഴ്ചപ്പാടുമായിട്ടാണ് അദ്ദേഹം വന്നത്, സംവിധാന നിലയിൽ. കാരണം ജനങ്ങൾ പടം കാണണം, അതേസമയം ഇത് റൺ ഓഫ് ദ മിൽ ആവരുത്, ഇതൊരു സാധാരണ സിനിമ ആവരുത് എന്നുള്ള കാഴ്ചപ്പാടുമാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം സമീപിച്ച അങ്ങനെയാണ്. അത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ, ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിൽ, അങ്ങനെ പത്രാധിപർ എന്ന നിലയിൽ, എല്ലാ രീതിയിലും അദ്ദേഹം ഒരു മാതൃകയായിരുന്നു. നമ്മൾ സാധാരണയായിട്ട് പറയും പൂർണ്ണത എന്നൊന്നില്ല, പെർഫെക്ഷൻ എന്നൊന്നില്ല, ഈശ്വരൻ പോലും പൂർണ്ണനല്ല എന്നങ്ങ് പറയും. പക്ഷേ ഞാൻ പറയുന്നു, എം ടി വാസുദേവൻ നായർ എന്നാൽ പൂർണ്ണതയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥ വായിച്ചാൽ ഇതിനേക്കാൾ മെച്ചമായിട്ട് എഴുതാം എന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അത് പൂർണ്ണത എത്തിയിരിക്കും. അപ്പോൾ വൈശാലി എന്നുള്ള തിരക്കഥ,
അത് ഋഷ്യശൃംഗൻ്റെ ഒരു കഥ ഞങ്ങളൊക്കെ പഠിച്ചതാണ്. ഋഷ്യശൃംഗൻ്റെ കഥ മഹാഭാരതത്തിൻ്റെ കഥയാണ്. അതിൽ നിന്ന് അതെടുത്ത് അതിമനോഹരമായി തിരക്കഥയാക്കി വൈശാലി എന്ന തിരക്കഥയാക്കി മാറ്റി. കാരണം സ്ത്രീകളെ കണ്ടിട്ടില്ലാത്തൊരു ഒരു മുനികുമാരൻ്റെ കഥയാണ്. അത് എത്ര മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയിലൂടെ ശരിക്കും അപഗ്രഥിച്ച് മാറ്റിയെടുത്ത ഒരു കഥയാണ്. അതുപോലെയല്ല ഇപ്പോൾ ഉദാഹരണം തച്ചോളി മറ്റേ ചതിയൻ ചന്തു എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയിരുന്ന ആ ചന്തു എന്ന കഥാപാത്രത്തെ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാക്കി മാറ്റി. കാരണം അവൻ എന്തുകൊണ്ട് ചതിയനായി, അതിൻ്റെ പശ്ചാത്തലം എന്താണ്? എപ്പോഴും എം ടി ചിന്തിച്ചത് ഒരു പ്രശ്നത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രശ്നത്തിൻ്റെ രണ്ട് വശങ്ങൾ ചിന്തിച്ച എഴുത്തുകാരനാണ് എം ടി. പിന്നെ എം ടി എന്നുള്ള മനുഷ്യൻ്റെ കാപട്യത്തെക്കുറിച്ച് നന്നായി പഠിച്ച ഒരാളായിരുന്നു. ഇപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മൃതശരീരം പ്രദർശനത്തിൽ വെക്കേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് മനുഷ്യൻ്റെ കാപട്യത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം, നല്ലപോലെ അറിയാം. അദ്ദേഹത്തിന് ഏത് കൃതി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു മനുഷ്യനും അവൻ ആത്മാർത്ഥമുള്ളവനല്ല, കാപട്യമാണ്, എല്ലാവരും സ്വാർത്ഥരാണ്. ഈ സത്യം മനസ്സിലാക്കിയാണ് അദ്ദേഹം ഓരോ രചനയും നിർവഹിച്ചത്. അത് വായിച്ചു. അതാണ് ആൾക്കൂട്ടത്തിൽ അത് എപ്പോഴും ആൾക്കൂട്ടത്തിൽ തനിയായിരുന്നു, ഒറ്റയ്ക്കാണ് നിന്നത്. അപ്പോൾ അത് സ്വന്തം ഇപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ട് ആത്മകഥ എഴുതുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ആത്മകഥ വന്നു ജീവിത ഒരു പെൻഡിലും. അപ്പോൾ പലരും അദ്ദേഹത്തോട് എന്തുകൊണ്ട് ആത്മകഥ എഴുതുന്നതിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് ആത്മകഥ എഴുതാൻ സാധ്യമല്ല, കാരണം ഞാൻ എൻ്റെ ആത്മകഥ എഴുതി കഴിഞ്ഞു, ഞാൻ എഴുതിയല്ല എൻ്റെ ആത്മകഥകളുടെ ഭാഗങ്ങളാണ്. അപ്പോൾ സ്വന്തം അനുഭവങ്ങളാണ് അദ്ദേഹം കാച്ചിക്കുറുക്കി മറ്റൊരു ഭാഷയിലാക്കി അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും ജീവസ്സുറ്റ രംഗങ്ങൾ നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മുടെ സിനിമയിൽ വന്നിട്ട് സാഹിത്യത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ലോക സാഹിത്യത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ സാർത്രൻ്റെ ഏജ് ഓഫ് റീസൺ എഴുതിയ യാങ് ബാർ സാർത്രൻ്റെ കൃതികൾ, അത് ഏജ് ഓഫ് റീസൺ പോലുള്ള നോവലുകൾ, അത് ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും ഉണ്ട്. അസ്തിത്വം അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ എം ടിയുടെ ആദ്യകാല കൃതികളിലുണ്ട്. അസ്തിത്വം തേടുന്ന മനുഷ്യനാണ് എം ടിയുടെ കഥകൾ, പല കഥാപാത്രങ്ങളും. അപ്പോൾ അദ്ദേഹത്തിന് എന്നും പുതുമയോടൊപ്പം അദ്ദേഹം ഉണ്ട്. പുതുമ വിദേശത്തുനിന്ന് കടമെടുക്കേണ്ടി വന്നില്ല, അദ്ദേഹം സൃഷ്ടിച്ച പുതുമ. മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ഇരിക്കാത്ത പുതുമകളില്ല, അതുപോലൊരു മാതൃകയില്ല. എൻ്റെ കുട്ടിക്കാലം മുതൽ, അദ്ദേഹം എഴുതി തുടങ്ങിയ കാലം മുതൽ രക്തം പുരണ്ട മൺതരികൾ എന്ന അദ്ദേഹം ചെറുകഥാ സമാഹാരം മുതൽ പഠിച്ച് അദ്ദേഹത്തെ പിന്തുടർന്ന ഒരു എഴുത്തുകാരൻ, ഒരു ആരാധകൻ എന്ന നിലയിൽ അദ്ദേഹമായിട്ട് വ്യക്തിപരമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ, വളരെ അടുത്ത സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ അതേ സമയത്ത് വലിയ ദുഃഖവുമുണ്ട്. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം സ്ഥാപിച്ച തുഞ്ചൻ പറമ്പിൽ അവിടെ തുഞ്ചൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് ഞാനാണ്. അദ്ദേഹം വിളിച്ചെന്നെ, സുഖമില്ലഞ്ഞിട്ടും തമ്പി പ്രാവശ്യം വരണമെന്ന് ഞാനത് ഉദ്ഘാടനം ചെയ്ത്. അന്ന് രാത്രി പ്രകാശ് രാജായിരുന്നു കലോത്സവം ഉദ്ഘാടനം ചെയ്യേണ്ടത്. പ്രകാശ് രാജ് വരുന്നില്ല എന്നറിഞ്ഞപ്പോൾ ഉടനെ എൻ്റെ അദ്ദേഹം പറഞ്ഞു, വേറെ ആരും വേണ്ട, കലോത്സവം തമ്മിൽ ഉദ്ഘാടനം ചെയ്താൽ മതി. അപ്പോൾ രാവിലത്തെ സാഹിത്യോത്സവം ഞാനാണ് ഉദ്ഘാടനം ചെയ്ത്, രാത്രി കലോത്സവം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. 2 ദിവസം ഞാൻ അദ്ദേഹത്തോടൊപ്പം തിരുവൂരിലുണ്ടായിരുന്നു, തുഞ്ചൻപറമ്പിലുണ്ടായിരുന്നു. അന്നാണ് അവസാനമായി കണ്ടത്. ഇപ്പോൾ പോലും എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം അത് നിങ്ങൾക്കറിയാവുന്ന എനിക്കറിയില്ല, എനിക്കൊരു സ്ട്രോക്ക് വന്നിട്ട് അതിനുശേഷം ഒരു ഹൃദ്രോഗവും വന്നതിന് ശേഷം ഇരിക്കുകയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ കോഴിക്കോട്ട് പോകാറുള്ളത്. പക്ഷേ എൻ്റെ മനസ്സവിടെയുണ്ട്, എൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനോടൊപ്പമുണ്ട്. എനിക്കൊരിക്കലും മറക്കാനാവാത്ത എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കവിതകൾ പ്രസിദ്ധീകരിച്ചത് അദ്ദേഹം പത്രാധിപരായിരുന്ന കാലത്ത് മാതൃഭൂമി ആഴ്ച വകുപ്പിലാണ്. ഏറ്റവും കൂടുതൽ ഒരു 50 കവിതകളെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് ഒരുപാട് പിന്തുണ നൽകിയ ആളാണ്, എന്നെ അനുജനെ പോലെ സ്നേഹിച്ച ആളാണ്. തീർച്ചയായിട്ടും എനിക്കൊരു വലിയ നഷ്ടമാണ്, വളരെ 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 വലിയ നഷ്ടമാണ്. എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും നഷ്ടമാണ്, മലയാള സാഹിത്യത്തിന് നഷ്ടമാണ്. ഇത് നമ്മൾ ഔപചാരികമായ സംസാരമല്ല, ഹൃദയം പറിച്ചെടുത്ത് പറയുകയാണ്. നമുക്കിനി ഇതുപോലൊരു മഹാശയൻ ഉണ്ടാവുകയില്ല. മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു എഴുത്തുകാരൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല. ഇത് നമുക്കെല്ലാവർക്കും വന്നിരിക്കുന്ന ഒരു തീരാ നഷ്ടം തന്നെയാണ്.